ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ എന്താണ്, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ടു റാൻഡം വേരിയബിൾ എന്താണ്, പിന്നെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫംഗ്ഷൻ ഓഫ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ്, മാർജിനൽ മാസ് ഫംഗ്ഷൻ ഓഫ് വൈ. അതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിളിന്റെ എക്സ്പെക്ടേഷൻ ആണ്. സൈഡ് ഹെഡിങ് എഴുതിക്കോ. ദി എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് product of two random variable. The expected value of expectation ആണ് the expected value of product of two random variable. ഈ മൊഡ്യൂളിന്റെ ലാസ്റ്റ് ടോപ്പിക് ആണ് the expected value of product of two random variable. എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ആണ്. നമ്മള് ബൈനോമിയലിന്റെയും പോയിസോണിന്റെയും ഡിസ്ട്രിബ്യൂഷന്റെ വൺ ഡയമെൻഷന്റെ കേസിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് വൈ. ഇവിടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് രണ്ട് റാൻഡം വേരിയബിളിന്റെ പ്രൊഡക്റ്റ് ആണ് വരിക. അപ്പോൾ ഇ ഓഫ് എക്സും ഉണ്ടാവും വൈയും ഉണ്ടാവും. ഇ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്ത് വരും? ഇവിടെ എഫ് ഓഫ് എക്സ് ആണ്, എഫ് ഓഫ് എക്സ് വൈ ഇല്ല. ഇ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ആണ്. ഇപ്പൊ ഇ ഓഫ് എക്സ് വൈ എന്താ വരിക? എക്സും വൈയും രണ്ട് റാൻഡം വേരിയബിൾ ആണ്. എക്സ് ടേക്സ് ദി വാല്യൂസ് x1 x2 എക്സെട്ര xn, വൈ ടേക്സ് ദി വാല്യൂ y1 y2 എക്സെട്ര yn. ദർ ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ, ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്ന നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. സിഗ്മ ഓവർ എക്സ്, സിഗ്മ ഓവർ എക്സ് ആണ്. എക്സ് 0 ടു ഇൻഫിനിറ്റി വരും. അതുപോലെ സിഗ്മ ഓവർ എക്സ് സിഗ്മ ഓവർ വൈ എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. രണ്ട് റാൻഡം വേരിയബിൾ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇതിപ്പം ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിച്ചോ. എക്സ് വൈ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിലാണെങ്കിൽ നമുക്ക് അതിന്റെ എക്സ്പെക്ടേഷൻ ഇങ്ങനെ എഴുതാം. ഇത് എക്സ് ഇൻറ്റു വൈ എന്നുള്ള അർത്ഥമാണ്. ഇത് ജി ഓഫ് എക്സ് വൈ. ജി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സിന്റെയും വൈന്റെയും ഏതൊരു ഫംഗ്ഷനും ആകാം. അത് എക്സ് പ്ലസ് വൈ ആകാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആകാം, എക്സ് വൈ ആകാം. ജനറൽ ആയിട്ട് പറയാണ് ഇ ഓഫ് ജി ഓഫ് എക്സ് വൈ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ സിഗ്മ ഓവർ എക്സ് സിഗ്മ ഓവർ വൈ, എക്സും വൈയും ഉള്ള ഏത് ഫംഗ്ഷനും ആകാം, ഇൻറ്റു ജി ഓഫ് എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. ഇതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ, അതായത് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ, അതായത് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിളിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാം. ഇ ഓഫ് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു സിഗ്മ ഓവർ എക്സ് സിഗ്മ ഓവർ വൈ ജി ഓഫ് എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈ. ഈ ഫോമിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതിന്റെ ഡെഫിനിഷൻ എഴുതിക്കോ. എക്സ് എന്ന് പറയുന്ന എക്സും വൈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ കേസിലുള്ള എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഡെഫിനിഷൻ എഴുതിക്കോ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഡെഫിനിഷൻ ഇതാണ്. എക്സ് കോമ വൈ ആർ ടു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. X, y are two discrete random variable. The range of x is x1, x2, etc. xn, and range of y is y1, y2, etc. yn. They have a joint probability mass function.
joined probability mass function f of xy and ഈ g of xy ഒരു z ഇട്ട് കൊടുക്കുന്നു z equal to g of xy and z equal to g of xy z equal to g of xy for some function of g for some function of g then e of g of z എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് e of z എന്ന് ഡിഫൈൻ ചെയ്യാം e of z equal to സിഗ്മ ഓവർ സിഗ്മ നമ്മൾ ഇതിന്റെ ഐന്റെ ഫോമിൽ ഡിഫൈൻ ചെയ്യുന്നു i equal to 1 to n j equal to 1 to n xi yj f of xi yj i equal to 1 to j equal to 1 to m കൊടുക്കുക i equal to 1 to n j equal to 1 to m xi yj into f of xi g of function of ആണ് g of xi yi into f of xi yi z എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ് അതായത് z ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ആണ് അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് z എന്ന് പറഞ്ഞാല് സിഗ്മ ഈക്വൽ ടു 1 to n j ഈക്വൽ ടു 1 to m g ഓഫ് എക്സ് ഐ വൈ ജെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ വൈ ജെ തന്നെയാണ് ഇവിടെയും കൊടുത്തത് g ഓഫ് എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ആ ഫോമില് ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ ഇതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി if x and y are two random variable then e of x plus y equal to e of x plus e of y provided എല്ലാ എക്സ്പെക്ടേഷനും എക്സിസ്റ്റ് ചെയ്യണം provided കണ്ടീഷൻ ഉണ്ട് provided all expectations exist all the expectation exist രണ്ടാമത്തെ പ്രോപ്പർട്ടി if x and y are independent x ഉം y ഉം ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ e of xy equal to e of x into e of y ആയിരിക്കും e of x plus y എന്ന് പറഞ്ഞാൽ e of x plus e of y ആണ് x ഉം y ഉം ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ e of xy equal to e of x into e of y ആണ് ഇനൊരു എക്സാമ്പിൾ ആണ് എക്സാമ്പിൾ എഴുതിക്കോ z equal to xy and f of xy is defined by the following table x y y takes the value 1 2 x takes the value 1 2 corresponding probability 0.4
0.1, 0.1, 0.4. എക്സ്പെക്ടേഷൻ എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പോൾ ഇ ഓഫ് സെറ്റിന് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. സെറ്റ് ഈക്വൽ ടു എക്സ് വൈ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇ ഓഫ് സെറ്റ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. സിഗ്മ ജനറൽ ഫോം ഐ ഈക്വൽ ടു 1 to n, ഐ ജെ ഈക്വൽ ടു 1 to m, സെറ്റ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ആണ്. അതിന് ആദ്യം ഒന്ന് ജനറൽ ഫോമിൽ എഴുതാം. സെറ്റ് എന്ന് പറയുന്നത് എക്സ് വൈ ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് ഐ വൈ ജെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ വൈ ജെ. ഇവിടെ എഫ് ഓഫ് എക്സ് ഐ വൈ ജെ എന്ന് പറയുന്നത് ടേബിളിനകത്ത് തന്നിട്ടുണ്ട്. ഈ ടേബിളിനകത്ത് നോക്കുമ്പം ഐ എൻ ഈക്വൽ ടു 2 ആണ്, എം ഈക്വൽ ടു 2 ആണ് അല്ലെ? ഐ ഈക്വൽ ടു 1 to n ആണ്. 1 to n എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 1 ഉം 2 ആണ്. അപ്പോ എന്നിന്റെ വാല്യൂ 2 ആണ്. വൈന്റെ വാല്യൂ 1 ഉം 2 ആണ്. അപ്പോ എം എന്ന് പറയുന്നത് 2 ആണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് സെഡ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് സെഡ് എന്ന് പറയുന്നത് എക്സ് വൈ ആണ്. അപ്പോ എക്സ്പെക്ടേഷൻ ഓഫ് സെഡ് ജനറൽ ആയിട്ട് നമുക്ക് പറയുന്നത് ഇ ഓഫ് സെഡ് ഈക്വൽ ടു സിഗ്മ ഓവർ സെഡും എന്ന് പറയുന്നത് എക്സിന്റെയും വൈന്റെയും ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെ രണ്ട് സമ്മേഷൻ വന്നത്. എക്സും വൈയും ഉണ്ട് റാൻഡം വേരിയബിൾ ആയിട്ട്. സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ്. അതുകൊണ്ടാണ് രണ്ട് സമ്മ് വന്നത്. സിഗ്മ ഈക്വൽ ടു 1 to n, ജെ ഈക്വൽ ടു 1 to n. ഡെഫിനിഷൻ എക്സ് ഐ വൈ ജെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ വൈ ജെ. ഇനി നമ്മൾ ഐക്കും ജെക്കും ഡിഫറെന്റ് വാല്യൂസ് ഇട്ട് കൊടുക്കുന്നത്. പുട്ട് ഐ ഈക്വൽ ടു 1. ഐ 1 ആകുമ്പം എക്സ് 1 ആ വരിക. എക്സ് 1ന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇനി ഐക്ക് 1 ഉം ജെക്ക് 1 ഇട്ട് കൊടുക്കുമ്പം എക്സ് 1 വൈ 1 വരും. അതായത് ഐയും ഐ ഈക്വൽ ടു 1 ഉം ജെ ഈക്വൽ ടു 1 ഉം ആണെങ്കിൽ എക്സ് 1 ഇത് എക്സ് 2 ആന്ന് വിചാരിച്ചു. ഇത് വൈ 1 ഇത് വൈ 2 ആണ്. അപ്പം എക്സ് 1 ഈക്വൽ ടു 1 ഉം വൈ 1 ഈക്വൽ ടു 1 ആകുമ്പോൾ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എക്സ് 1 വൈ 1ന്റെ പ്രോബബിലിറ്റി 0.4 ആണ്. അപ്പോൾ അതാടെ എഴുതുക. എക്സ് 1 വൈ 1. എക്സ് 1 1 ആണ്, വൈ 1 1 ആണ്. കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എക്സ് 1 1 ഉം വൈ 1 1 ഉം ആകുമ്പോഴുള്ള പ്രോബബിലിറ്റി 0.4 ആണ്. 0.4 പ്ലസ് അടുത്തെന്ന് പറഞ്ഞാല് എക്സ് 1ന് എക്സിന് 1 ഇട്ട് കൊടുക്കുക, വൈക്ക് 2 ഇട്ട് കൊടുക്കുക. എക്സ് 1ന് അതായത് ഐക്ക് 2 ഉം ജെക്ക് 1 ഉം. അപ്പൊ എക്സ് 2 ഈക്വൽ ടു എക്സ് 2 ഈക്വൽ ടു 2 വരും. ജെ ഈക്വൽ ടു 1 ആണെങ്കിൽ വൈ 1 വരും. വൈ 1 ഈക്വൽ ടു 1 വരും. അപ്പൊ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എഴുതുക. 2 ഇൻറ്റു 1 ഇൻറ്റു എക്സ് 2 2ഉം വൈ 1 1 ആകുമ്പോഴുള്ള പ്രോബബിലിറ്റി 0.1 ആണ്. ഇൻറ്റു 0.1 പ്ലസ് അടുത്തത് എക്സ് 1 2ഉം എക്സ് 1 1ഉം. അതായത് ഐ ഈക്വൽ ടു 2ഉം ജെ ഈക്വൽ ടു ഐ ഈക്വൽ ടു 1ഉം ജെ ഈക്വൽ ടു 2ഉം. ഐ 1 എന്ന് പറയുന്നത് എക്സ് 1 ആണ്. എക്സ് 1ന്റെ വാല്യൂ 1 ഇൻറ്റു ജെ 2 എന്ന് പറഞ്ഞാൽ വൈ 2 ആണ്. വൈ 2ന്റെ വാല്യൂ 2. അപ്പോൾ കറസ്പോണ്ടിങ് 1 ഇൻറ്റു 2 ഇൻറ്റു 0.1. ഒന്നുമില്ല, ഇത് 1 ഇൻറ്റു 1 ഇൻറ്റു 0.4, 1 ഇൻറ്റു 2 ഇൻറ്റു 0.1, 2 ഇൻറ്റു 1 ഇൻറ്റു 0.1, 2 ഇൻറ്റു 2 ഇൻറ്റു 0.4 അങ്ങനെയാ വരിക. പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു 0.4. അപ്പൊ ഇത് ആഡ് ചെയ്ത് എഴുതുന്നതാണ് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ. 0.4 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 0.2 പ്ലസ് 0.2 പ്ലസ് 1.6 വരും. 1.6 ടോട്ടൽ ആഡ് ചെയ്താല് 6 plus 8
2.4 വരും. ആഡ് ചെയ്താൽ 2.4 വരും. ക്ലിയർ ആയിട്ടില്ല? എക്സ്പെക്ടേഷൻ എന്താണ്? ഒന്നുമില്ല, എക്സിന്റെയും വൈന്റെയും വാല്യൂ. ഇവിടെ ഫസ്റ്റ് ഇത് വരുന്നത് x1 1ഉം y1 1ഉം ആണ്. 1 into 1 into 0.1, 1 into 2 into corresponding probability 0.1, 2 into 1 into 0.1, 2 into 2 into 0.4. അത് കംപ്ലീറ്റ് ആഡ് ചെയ്താൽ എക്സ്പെക്ടേഷന്റെ വാല്യൂ കിട്ടും. മനസ്സിലായിട്ടില്ലേ? Next question. Given a fair or discrete random variable, given a discrete random variable, fair no, given a discrete random variable. അടുത്ത question ആണ്, given a discrete random variable x and y whose joint probability distribution is given by given a discrete random variable x and y whose joint probability distribution is given by x, y. 1, 2, 3, corresponding x value 2, 4, 0.1, 0.2, 0.1, 0.15, 0.3, 0.15. Find the expected value of the function. Find the important ആണ് expected value of the function. G of xy is given that g of xy equal to 2x plus y. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ g of x ആണ്. അപ്പൊ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ e of g of xy ആണ് വേണ്ടത്. e of g of xy നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, സിഗ്മ ഓവർ എക്സ് സിഗ്മ ഓവർ y g of xy into f of xy. ഇവിടെ g of xy എന്ന് പറയുന്നത് 2x plus y ആണ്. സിഗ്മ ഓവർ എക്സ് സിഗ്മ ഓവർ y 2x plus y into f of xy. f of xy ടേബിളിനകത്താണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ ഓവർ എക്സ്, എക്സ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ 2ഉം 4ഉം ആണ്, വൈന്റെ വാല്യൂ 1, 2, 3 ആണ്. എക്സ് 2ഉം 4ഉം ആണ്, വൈന്റെ വാല്യൂ y ഈക്വൽ ടു 1, 2, 3 ആണ്. ഇത് 2x plus y into f of xy. f of xy ടേബിളിനകത്താണ് തന്നത്. അപ്പൊ ടേബിളിന് എക്സിനും വൈക്കും ഡിഫറെന്റ് വാല്യൂ കൊടുക്കുക. എക്സ് 2 ആണ്, എക്സിന് 2 കൊടുക്കുക, വൈക്ക് 1 കൊടുക്കുക. കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 0.1 ആണ്. അപ്പൊ ഫസ്റ്റ് എക്സിന് 1 ആണെങ്കിൽ, അല്ല സോറി, എക്സിന് 2 ആണെങ്കിൽ ഈ ഫംഗ്ഷൻ ഇങ്ങനെ വരും, 2 into 2
പ്ലസ് കറസ്പോണ്ടിങ് y എന്ന് പറയുന്നത് 1. x2ഉം y1ഉം കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 0.1. അതായത് f of xy എന്ന് പറഞ്ഞാൽ 0.1 പ്ലസ് അടുത്തെന്ന് പറഞ്ഞാല് x2ഉം y2ഉം. അപ്പൊ ഈ ഫംഗ്ഷനകത്ത് എക്സിന് 2ഉം വൈക്ക് 2ഉം ഇട്ട് കൊടുക്കുക. എന്ത് വരും? 2 into 2 plus 2 into corresponding probability 0.2 പ്ലസ് അടുത്തത് എക്സിന് 2ഉം വൈക്ക് 3ഉം 2 into 3 പ്ലസ് എക്സിന് 2 ആണ് 2 into 2 പ്ലസ് 3 into 0.1 പ്ലസ് ഇനി അടുത്ത് നോക്കുക എക്സിന് 4ഉം വൈക്ക് 1ഉം. x4 എന്ന് പറഞ്ഞാൽ 2 into 4 പ്ലസ് വൈൻ്റെ വാല്യൂ 1. കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 0.15 പ്ലസ് അടുത്തത് എക്സിന് 4ഉം വൈക്ക് 2ഉം 2 into 4 പ്ലസ് 2. കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 0.3 പ്ലസ് അടുത്ത എക്സിന് 2ഉം എക്സിന് 4 ആൻഡ് വൈ 3. 2 into 4 plus 3. Corresponding probability 0.15 equal to ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ വാല്യൂ കിട്ടും. അതായത് 2 into 2 plus 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 into 0.1 plus 4 plus 2 6. 6 into 2 എന്ന് പറഞ്ഞാൽ 12 വരും. അപ്പോൾ 1.2 പ്ലസ് 2 into 2 4 plus 3 7 into 0.1 എന്ന് പറഞ്ഞാൽ 0.7 പ്ലസ് 8 into 1 9 into 0.15 9 into 0.15 1.35. അടുത്തത് 8 പ്ലസ് 2 10 into 0.3 എന്ന് പറഞ്ഞാൽ 3 വരും. പ്ലസ് 8 പ്ലസ് 3 11 into 0.5 11 into 0.5. അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യാം. 11 into 0.5. ഫൈനൽ ആൻസർ ഇതാണ്. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്തിട്ട് കംപ്ലീറ്റ് ആഡ് ചെയ്ത് എഴുതുക. ഫൈനൽ ആൻസർ ഇതാണ് 8.4. കംപ്ലീറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഇവിടെ നിങ്ങൾ അറ്റൻഡൻസ് പറയാൻ നിങ്ങളെ മൈക്ക് ഓൺ ആണല്ലോ. ഒരു ക്ലാസ്സിൽ ഒരു സാധനം മനസ്സിലായോ എന്ന് ചോദിച്ചാൽ പറയാൻ നിങ്ങളെ മൈക്ക് ഓൺ ആകുന്നില്ല. Question. If x and y are two random variable, each taking value
-1, 0, 1 and having the joint probability distribution as given below. X corresponding y, x ന്റെ വാല്യൂ -1, 0, 1, y ക്കും -1, 0, 1. Corresponding probability 0, 0.2, 0, 0.1, 0.2, 0.1, 0.1, 0.2, 0.1. കറസ്പോണ്ടിങ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ആഡ് ചെയ്യാം, അതായത് റോ വൈസും കോളം വൈസും ആഡ് ചെയ്യാം. ടോട്ടൽ എപ്പോഴും 1 കിട്ടണം, ഇവിടെ എപ്പോഴും 1 ആയിരിക്കണം. ഇത് എക്സിന്റെ ആഡ് ചെയ്താല് 0 + 0.2 + 0 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. 0.1 + 0.2 + 0.1 എന്ന് പറഞ്ഞാൽ 0.4 ആണ്. 0.1 + 0.2 + 0.1 എന്ന് പറഞ്ഞാൽ 0.4 ആണ്. അതുപോലെ ഇവിടെ ആഡ് ചെയ്ത 0.2, 0.6, 0.2. ഇനി ഇത് കറക്റ്റ് ആണോ നോക്കാൻ ഇത് ആഡ് ചെയ്ത് നോക്കിയാ 0.4 + 0.4 + 0.2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 0.2 + 0.6 എന്ന് പറഞ്ഞാൽ 0.8, 0.8 + 0.2 എന്ന് പറഞ്ഞാൽ 1 ആണ്. എങ്ങനെയാണെങ്കിലും ആഡ് ചെയ്താൽ 1 കിട്ടണം. അത് പ്രോബബിലിറ്റി ആണ്, പ്രോബബിലിറ്റിന്റെ പ്രോപ്പർട്ടി ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് x and y are different expectation. Second question, find E of xy. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് വേരിയൻസ് ഓഫ് x and y. Find the variance of x and y. Question ഇതാണ്, x and y are two random variable each taking the value -1, 0, 1 and having a joint probability distribution. അതിന്റെ joint probability തന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് ഷോ ദാറ്റ് x and y are different expectation. ഫൈൻഡ് E of xy, ഫൈൻഡ് വേരിയൻസ് ഓഫ് xy. അതായത് എക്സിനും വൈക്കും ഡിഫറെന്റ് എക്സ്പെക്ടേഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ E of x എന്ന് പറഞ്ഞാല് E of x ഉം E of y ഉം ഡിഫറെന്റ് ആണെന്ന് പറയാൻ വേണ്ടത്. E of x ന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? എക്സ്പെക്ടേഷൻ ഓഫ് x. വിഷ്ണു, E of x എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് x ഫോർമുല പറഞ്ഞാൽ മതി. അസഫ്, E of x എന്താ? രാഹുൽ, E of x എന്താ? E of x ന്റെ ഡെഫിനിഷൻ summation x to infinity f of x into f of x. അപ്പം ഇനി ജോയിന്റ് പ്രോബബിലിറ്റിന്റെ അകത്ത് നോക്കിയേ, എക്സിന്റെ വാല്യൂ -1, 0, 1 ആണ്. അപ്പോൾ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ -1, 0, 1 ആണ്. ഇനി എക്സ് -1 ആകുന്ന കേസിലുള്ള കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ആണ് ഈ 0.2 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വരുന്നത് -1 into 0.2 പ്ലസ് എക്സിന്റെ അടുത്ത വാല്യൂ 0 ആണ്. 0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആണ് ഇത് 0.4 എന്ന് പറയുന്നത്. അപ്പൊ 0 into 0.4 പ്ലസ് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആണ് 1 into 0.4. അപ്പൊ ആൻസർ -0.2 പ്ലസ് 0 പ്ലസ് 0.4 ഈക്വൽ ടു
-0.2 പ്ലസ് 0.4 എന്ന് പറഞ്ഞാൽ 0.2. അതുപോലെ ഇ ഓഫ് ഐയും കണ്ടുപിടിക്കുക. ഇ ഓഫ് ഐ എന്താ? അടുത്ത ഇതിനകത്ത് ഇ ഓഫ് ഐ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. പെട്ടെന്ന് ഏത് ടൈം ആവാറ്. ഇ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും, സിഗ്മ ഓവർ വൈ ഇൻറ്റു എഫ് ഓഫ് ഐ. ഇവിടെ വൈക്കും ടെക്സ്റ്റ് വാല്യൂ -1 0 1 ആണ്. -1 കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 0.2 ആണ്. അപ്പോൾ -1 ഇൻറ്റു 0.2 പ്ലസ് 0.2 പ്ലസ് നെക്സ്റ്റ് വാല്യൂ 0 ആണ്. 0 ഇൻറ്റു 0.6 പ്ലസ് 1 ഇൻറ്റു 0.2 ആഡ് ചെയ്താൽ -0.2 പ്ലസ് 0 പ്ലസ് 0.2 ഈക്വൽ ടു 0 വരും. അപ്പോൾ നമുക്ക് പറയേണ്ടത് എക്സിന്റെയും വൈന്റെയും ഡിഫറെന്റ് എക്സ്പെക്ടേഷൻ ആണ്. ഇ ഓഫ് എക്സും ഇ ഓഫ് ഐയും ഈക്വൽ അല്ലല്ലോ. ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0.2 ആണ്, ഇ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ അത് രണ്ടും ഡിഫറെന്റ് ആണ്. അത്ര പറഞ്ഞു കൊടുത്താൽ മതി. ഇനി നേരത്തെ ചെയ്ത പോലെ ഇ ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കുക. തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലം ഇ ഓഫ് എക്സ് വൈന്റെ പ്രോബ്ലം നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ തന്നെ ചെയ്തതാണ്. അതേ ഫോമില് എക്സിന് -1ഉം വൈക്ക് -1 ആകുമ്പോൾ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി -1 ഇൻറ്റു 0 -1 ഇൻറ്റു 0 ഇൻറ്റു 0.2 അങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് ഇ ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് വേരിയൻസ് ഓഫ് എക്സ് ആണ്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫോർമുല അപ്ലൈ ചെയ്യുക. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. ഇ ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാല് ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ -1ഉം 0ഉം 1ഉം ആയിരുന്നു. അപ്പൊ -1 സ്ക്വയർ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി -1 ആണെങ്കിൽ ഉള്ള പ്രോബബിലിറ്റി 0.2 ആണ്. പ്ലസ് എക്സിന് 0 കൊടുക്കുമ്പം 0 സ്ക്വയർ വരും. 0 സ്ക്വയർ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 1 ആവുന്ന കേസിൽ 0 ആവുന്ന കേസിൽ പ്രോബബിലിറ്റി 0.4 ആണ്. 1 ആവുന്ന കേസിൽ 1 സ്ക്വയർ ഇൻറ്റു 0.4. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ഇ ഓഫ് എക്സ് സ്ക്വയർ കിട്ടും. ഇപ്പോൾ -1ന്റെ സ്ക്വയർ 1, 0.2 പ്ലസ് 0.4 വരും, 0.6. അപ്പൊ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0.6 മൈനസ് ഇ ഓഫ് എക്സ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0.2 ആണ്. 0.2 സ്ക്വയർ. ഇത് മൂന്നാമത്തെ ആണ്. ഇ ഓഫ് എക്സ് വൈ നിങ്ങൾ ചെയ്യണം കേട്ടോ, അത് ഹോംവർക്ക് ആണ്. ഇ ഓഫ് എക്സ് വൈ ഹോംവർക്ക് ആണ്, അത് നിങ്ങൾ ചെയ്തിട്ട് വരണം. ഓക്കെ, അപ്പോൾ ഈ മോഡ്യൂൾ കംപ്ലീറ്റ് ആയി. അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് മോഡ്യൂൾ നമുക്ക് എടുക്കാം. അറ്റൻഡൻസ് വേണം. അറ്റൻഡൻസ് ആകാശ് കെ എം, അഖിൽ എം, അമിത്, കാർത്തിക്, ഷഹസാദ്. എല്ലാരും പിന്നെ ഫസ്റ്റ് മോഡ്യൂളിന്റെ അസൈൻമെന്റ് ചെയ്യണം. ഈ വെള്ളിയാഴ്ചയാണ് ലാസ്റ്റ് ഡേറ്റ് വെച്ച്. അത് ചെയ്തെങ്കിൽ മാത്രമേ അസൈൻമെന്റിന്റെ അവറിന്റെ അറ്റൻഡൻസ് ഇടുള്ളൂ കേട്ടാ. ഈ ആഴ്ച തന്നെ അങ്ങനെ എന്താണ് അസൈൻമെന്റ് ഞാൻ അലിൻ ബേസിൽ ഇട്ടിട്ടുണ്ട്. അസൈൻമെന്റ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഒരു 5-6 ക്വസ്റ്റ്യൻ ഉണ്ട്. എഴുതി ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തോളാം. എന്നാൽ മാത്രമേ അതിന്റെ അറ്റൻഡൻസ് ഇടുള്ളൂ ആ അവറിന്റെ. ഷഹസാദ് ഷഹസാദ്
Present. ഫൈസാദുണ്ടോ? Yeah. ഇല്ലല്ലോ. ഓക്കെ. മുബ്താസിം, Present, miss. അസഫ്, Present, miss. ഫർദീൻ, Present, miss. ഫത്തേഹ്, ഫത്തേഹ്, സമ, Present, miss. സിയാൻ, സിയാൻ, നിഷാഗ്, Present, miss. നിവേദ്, Present, miss. പ്രത്യുഷ്, രാഹുൽ, Present, miss. Present. ഓക്കെ ഓക്കെ, സരുൺ, Present, miss. സൗരാഗ്, Present. സൗരവ്, സൗരവ്, ശ്രീരാഗ്, Present, miss. വിഷ്ണു എ പി, Present, miss. വിഷ്ണു എൻ, Present, miss. ധർമ്മേഷ്, ധർമ്മേഷ്, ആദർശ്, ആബ്സെന്റ് ഈസ് ധർമ്മേഷ്, സൗരവ്, പ്രത്യുഷ്, സിയാൻ, ഫത്തേഹ്, അത്രേ ഉള്ളൂ. Miss Zian ഉണ്ട്. ആരാണ്? Zian. ഇപ്പം ജോയിൻ ചെയ്തായിരിക്കും അല്ലെ? അല്ല മിസ്, നേരത്തെ ഉണ്ട്. ഓക്കെ.